അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. എൻ്റെ വോയിസ് നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവാസികൾ, പരിചയമുള്ള ആൾക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയട്ടെ. വീണ്ടും ഓരോരോ കാര്യങ്ങളിങ്ങനെ കേൾക്കുമ്പം അത് നമുക്കൊരുപാട് ഉപകാരപ്പെടും. കാരണം മനുഷ്യർ പല രൂപത്തിലും പല കോലത്തിലും പല സ്വഭാവത്തിലുള്ളവരാണല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമയമാണിപ്പം. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നവരാവണം, സ്നേഹിക്കുന്നവരാവണം. അതിനുവേണ്ടി എൻ്റെ വോയിസുകൾ കേൾക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു റാഹത്താക്കി തരട്ടെ. ഇന്ന് മനുഷ്യരുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകളും ദേഷ്യം പിടിക്കുന്ന ആളുകളാണ്. ഒന്നുമില്ലെങ്കിലും വെറുതെ ദേഷ്യം പിടിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മക്കൾ, നിങ്ങൾക്കറിയാലോ, നമുക്ക് ആൺമക്കളും പെൺമക്കളും ചെറുതും വലുതൊക്കെ ഉണ്ടാവും. നിസ്സാര ചെറിയ ഒരു കാര്യത്തിന് നമ്മുടെ മക്കൾ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്ന ഒരു സമയമാണിപ്പം. അതുപോലെ മറ്റൊരു നിസ്സാര കാര്യത്തിന് ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടും. നേരെ തിരിച്ച് ഭാര്യ ഭർത്താവിനോടും ദേഷ്യപ്പെടും. അതുപോലെ വലിയവരായ നമുക്ക് നമ്മുടേതായ മാതാപിതാക്കൾ, പ്രായമുള്ള മാതാപിതാക്കളുണ്ടാവും. അവരോടും ചെറിയ നിസ്സാര കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞാലൊക്കെ നമ്മൾ അവരോടും ദേഷ്യപ്പെടും. മൊത്തത്തിൽ എല്ലാവർക്കും ദേഷ്യമാണ്. ക്ഷമിക്കാൻ ആർക്കും കഴിയുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനും കണ്ടതിനും കേട്ടതിനും തോണ്ടിയതിനും പറഞ്ഞതിനും എല്ലാത്തിനും ദേഷ്യം. ഈ ദേഷ്യം മനുഷ്യന് അത് ശൈത്താനിൽ നിന്നുണ്ടാകുകയാണ്. ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നത്, കോപാകുലനാക്കുന്നത് അത് ശൈത്താനാണ്. ഒരു മനുഷ്യനെ എല്ലാ തെറ്റിലേക്കും എത്തിക്കാൻ ദേഷ്യം മതി. കൊലപാതകമുണ്ടാക്കാൻ ദേഷ്യം മതി. ഭാര്യയും ഭർത്താവും പിരിയാൻ ദേഷ്യം മതി. മക്കൾ തെറ്റിപ്പോകാൻ ദേഷ്യം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമാണ് ദേഷ്യം. ഈ അടുത്ത് ഞാനൊരു സംഭവം അറിഞ്ഞു. സ്വന്തം ഒരു മകൻ, മൂത്ത മകൻ സ്വന്തം ഉമ്മയെ നെഞ്ചിന് ചവിട്ടി, കാല് പൊക്കി വയറിന് ചവിട്ടി. ആര്? സ്വന്തം മകന്. എന്തിന്? പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്. കാരണം എന്താ? സാധാരണ അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി കൊണ്ടുവരുമ്പം ഉമ്മ ബാക്കി പൈസ ചോദിക്കൂല. 100 രൂപ കൊടുത്ത് 50 രൂപയുടെ സാധനം വാങ്ങാൻ പറയും. ബാക്കി 50 രൂപ മകനെടുക്കും. അത് ബാക്കി എവിടെയെന്ന് ചോദിക്കൂല, വാങ്ങി വെക്കൂല. അങ്ങനെ മകനത് ശീലായി. അവസാനം കുറച്ചധികം പൈസൻ്റെ ആവശ്യം വന്നപ്പോൾ ഉമ്മാനോട് ചോദിച്ചു. ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കാനില്ല. ബാപ്പ ഗൾഫിലാണ്. മകന് ദേഷ്യം വന്നു. മകൻ ഉമ്മാൻ്റെ വയറ്റത്ത് ചവിട്ടി. ഉമ്മ മലർന്നു വീണു. മകൻ ഓടി രക്ഷപ്പെട്ടു. ഇതാണ് ഇന്നത്തെ ഈ ഒരു മനുഷ്യന്മാരുടെ അവസ്ഥ. അപ്പോൾ എല്ലാത്തിനും ദേഷ്യം പിടിക്കും. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പം തന്നെ അവരെ നമ്മുടെ നിയന്ത്രണത്തിൽ, ഇസ്ലാമിക ബോധത്തിൽ വളർത്തിയെടുത്താൽ ഇങ്ങനെ ഒരു ചവിട്ട് കൊള്ളേണ്ട ആവശ്യം ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ദേഷ്യമാണ് ഇന്ന് പലതിനും കാരണം. നമ്മൾ മനസ്സിലാക്കുക, എത്ര ദേഷ്യം വന്നാലും നമ്മളെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണം. മനസ്സിനെ നിയന്ത്രിക്കാം. ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ദേഷ്യം പിടിച്ചാൽ നമ്മളിങ്ങനെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന അവസരത്തിൽ ദേഷ്യം പിടിക്കാൻ അവിടെ ഇരിക്കുക, കസാലയിൽ അല്ലെങ്കിൽ നിലത്തിരിക്കുക. എന്നിട്ടും ദേഷ്യം പിടിക്കുകയാണെങ്കിൽ എന്താക്കുക? വേഗം വെള്ളം കൊണ്ട് മുഖം കഴുകുക, അല്ലെങ്കിൽ ഒളുണ്ടാക്കുക, അല്ലെങ്കിൽ അവിടെ കിടക്കുക. അതൊന്നും അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ വേഗം ആ സന്ദർഭം, ആ സ്ഥലം വിട്ട് വേഗം അവിടെ നിന്ന് മാറിപ്പോവുക. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്താൽ ആ ദേഷ്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഞാനും ദേഷ്യം പിടിക്കും, നിങ്ങളും ദേഷ്യം പിടിക്കും. പിന്നെ അവിടെ പ്രശ്നമായി, വാക്കുതർക്കമായി, അടിയായി, തെറ്റായി, മിണ്ടാതിരിക്കലായി, അയൽവക്ക പ്രശ്നമായി, കുടുംബ പ്രശ്നമായി, ദേഷ്യമായി, കണ്ണേറായി, നാവേറായി, പോരായി, അസൂയയായി, സിഹിറായി, ഇങ്ങനെ പലതിലേക്കും എത്തിക്കും. എന്ത്? ഒരു ചെറിയ വാക്ക് തർക്കത്തിൽ നിന്നും ദേഷ്യം പിടിച്ച് വന്ന കാരണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ദേഷ്യത്തിനെ അങ്ങോട്ട് നിയന്ത്രിക്കുക. ദേഷ്യത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അത് നമ്മൾ തയ്യാറാവണം. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ചെന്നാൽ മതി.
പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറഞ്ഞുകൊണ്ടിരിക്കുക, വേഗം സ്ഥലം മാറുക. ഇങ്ങനെ ചെയ്താൽ ദേഷ്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ദേഷ്യം കാരണം പലതും നമുക്ക് സംഭവിക്കും, പലതും അനുഭവിക്കേണ്ടി വരും. പല കുടുംബങ്ങളും തെറ്റിപ്പിരിഞ്ഞത് വാക്ക് തർക്കത്തിലൂടെ, തെറ്റിലൂടെ ഇങ്ങനെ പോയ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ഖേദിക്കുന്നുണ്ട്. ഒന്ന് മിണ്ടാൻ വേണ്ടിയിട്ട്, അയൽവക്കക്കാർ തമ്മിൽ ഒന്ന് മിണ്ടി കിട്ടാൻ വേണ്ടി ഒരു കാരണം കിട്ടാതെ കഴിയുന്നവരുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ വർഷങ്ങളായി മിണ്ടിയിട്ട് ചെറിയ കാരണം കൊണ്ട് തെറ്റിയതാണ്, പക്ഷേ രണ്ടുപേർക്ക് മിണ്ടാൻ സാധിക്കുന്നില്ല. അവരുടെ ഈഗോ, അവരുടെ ആ കിബിർ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് വലിയ ഒരു മോശപ്പെട്ട ഏർപ്പാടാണ് തെറ്റി നടക്കുക, ദേഷ്യം പിടിക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, റാഹത്തോടെ, ഐക്യത്തോടെ, ഒത്തൊരുമയോടെ ഒരു മാലയിലെ തസ്ബീഹ് മണികളെപ്പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. അത് സ്വന്തം വീടായാലും കുടുംബക്കാരായാലും അയൽവാസികളായാലും ഫ്രണ്ട്സായാലും ആരായാലും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുക. അതിന് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.